ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിയോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ജിയോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ SSCക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാവരും നോക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് ക്ലിയർ ആണ്, ജിയോമെട്രിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ജിയോമെട്രിയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ജിയോമെട്രിയിൽ അകത്തോട്ട് കയറി നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ജിയോമെട്രീനെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് സർക്കിൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടാവും, ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടാവും, ഈ സ്ക്വയറും റെക്ടാങ്കിൾസ് ഒക്കെ ചേർന്നിട്ട് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടാവും, പിന്നെ പോളിഗൺസ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ടാവും. ഇതിൽ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നമുക്കറിയാം ഈ സർക്കിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും അതുപോലെ തന്നെ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ആയിരിക്കും. ഓക്കെ, ഈ ജിയോമെട്രിയിൽ സർക്കിളുമായി ബന്ധപ്പെട്ട് രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട്, ജിയോമെട്രി, മെൻസുറേഷൻ. അപ്പൊ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, മെൻസുറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഈ സർക്കിളും ഉണ്ട്. അപ്പൊ സർക്കിളിന്റെ ഏരിയ, അതിന്റെ സർക്കിളിനകത്തുള്ള ഒരു പോർഷന്റെ ഏരിയ, സർക്കിളിന്റെ പെരിമീറ്റർ, ഇങ്ങനെയുള്ള മെഷേഴ്സ് ആണ് മെൻസുറേഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ചാപ്റ്റർ വഴി നമ്മൾ സോൾവ് ചെയ്യുന്നത്. ജിയോമെട്രി ഡീൽ ചെയ്യുന്നത് ലൈൻസും ആംഗിൾസും ആണ്, അല്ലെ? ജിയോമെട്രി ഡീൽ ചെയ്യുന്ന ലൈൻസും ആംഗിൾസും. അപ്പൊ സർക്കിളിനകത്ത് അല്ലെങ്കിൽ സർക്കിളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലൈനുകളും ആംഗിൾസുമാണ് ജിയോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സർക്കിളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലൈൻ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതെന്താണ്. ഇതാണ് റേഡിയസ് ഓഫ് എ സർക്കിൾ. സർക്കിളിന്റെ സെന്റർ മുതൽ റഫറൻസ് വരെയുള്ള ലെങ്തിനെ നമ്മൾ പറയുന്ന ലെങ്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് റേഡിയസ് എന്നാണ്, അല്ലെ? അല്ലെങ്കിൽ സർക്കിളിന്റെ സെന്റർ മുതൽ സർക്കംഫറൻസ് വരെയുള്ള ലെങ്ത് ആണ് അതിന്റെ റേഡിയസ്. ഓക്കെ, എന്നാൽ സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ് തമ്മിലുള്ള സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്, സർക്കിളിന്റെ സർക്കംഫറൻസിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനിനെ പറയുന്ന പേരാണ് കോഡ്. അത് നമുക്കറിയാം. ഇപ്പൊ ഈ കോഡിനെ ഞാൻ എ എന്നും ബി എന്നും ഉള്ള രണ്ട് പോയിന്റ്സിനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, ഈ എ ബി എന്ന് പറയുന്ന കോഡ് ഇവിടെ ഫോം ചെയ്തു. ഓക്കെ, ഈ എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റും സർക്കിളിന്റെ സർക്കംഫറൻസിലെ പോയിന്റ്സ് ആണ്. ഈ കോഡ് ഈ സർക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും, ഒരു വലിയ പോർഷനും ഒരു ചെറിയ പോർഷൻ. ഈ പറയുന്ന പോർഷൻസിനെ പറയുന്ന പേരാണ് സെഗ്മെന്റ്സ്. അപ്പൊ എ ബി എന്ന് പറയുന്ന കോഡ് സർക്കിളിനെ രണ്ട് സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സെഗ്മെന്റിന് നമുക്ക് പറയാം മൈനർ സെഗ്മെന്റ്, ചെറിയ സെഗ്മെന്റ്. രണ്ടാമത്തത് മേജർ സെഗ്മെന്റ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ സർക്കംഫറൻസിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ സർക്കംഫറൻസിനെ ഈ കോഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, രണ്ട് ആർക്കുകളായിട്ട്. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ഈ ഒരു ആർക്കും ഈ എ ബി എന്ന് പറയുന്ന ഒരു വലിയൊരു ആർക്കും, അതിനെ നമുക്കറിയാം, നമ്മൾ പറയുന്നത് മൈനർ ആർക്കെന്നും മേജർ ആർക്കെന്നുമാണ്. ഓക്കെ, ഈ സർക്കിളിലൂടെ ഒരു സർക്കിളിൽ വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കോഡാണ് അതിന്റെ ഡയമീറ്റർ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു സർക്കിളിൽ വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കോഡാണ് അതിന്റെ ഡയമീറ്റർ. ഓക്കെ, ഇത്രയും ബേസിക് ആയിട്ട് പറഞ്ഞാണ് സർക്കിളിന്റെ സെന്റർ മുതൽ സർക്കംഫറൻസ് വരെയുള്ള ലെങ്തിന് നമ്മൾ പറയുന്നത് റേഡിയസ് എന്നാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ അതിൽ നിന്നാണ് തുടങ്ങുന്നത്. സർക്കിളിന്റെ സർക്കംഫറൻസിൽ ഉള്ള ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിന് നമ്മൾ കോഡ് എന്നാണ് പറയുന്നത്. ഈ കോഡ് ഒരു സർക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ സർക്കിളിന്റെ സർക്കംഫറൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. സർക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രണ്ട് സെഗ്മെന്റ് ആയിട്ടാണ്. ആ ഡിവൈഡ് ആയി കിടക്കുന്ന പോർഷൻ നമ്മൾ പറയുന്ന പേര് സെഗ്മെന്റ്സ് എന്നാണ്. ഒരെണ്ണം മേജർ സെഗ്മെന്റ്, ഒരെണ്ണം മൈനർ സെഗ്മെന്റ്. അതുപോലെ തന്നെ ആർക്കിനെയും, അല്ലെ, രണ്ട് ആർക്കും അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ സർക്കംഫറൻസിനെ ഡിവൈഡ് ചെയ്യുന്ന കാരണമായിട്ട് രണ്ട് ആർക്കും ഫോം ചെയ്യുന്നുണ്ട്, ഒരെണ്ണം മൈനർ ആർക്ക്, ഒരെണ്ണം മേജർ ആർക്ക്. ഇത്രയും ബേസിക് ആയിട്ട് പറഞ്ഞതാണ്. നോക്കണം, ഇനി ഈ സർക്കിളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വേറൊരു ലൈനാണ് ടാൻജന്റ്, അല്ലെ? ടാൻജന്റ് എന്താന്ന് വെച്ചാൽ സർക്കിളിന്റെ സർക്കംഫറൻസിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, സർക്കിളിന്റെ സർക്കംഫറൻസിലെ ഏതെങ്കിലും ഒരു പോയിന്റ്, സർക്കിളിന്റെ സർക്കംഫറൻസിലെ
ഏതെങ്കിലും ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ പറയുന്ന പേരാണ്. ഇപ്പൊ ഇതൊരു പോയിന്റ് ആണെങ്കിൽ ഈ ഒരു ലൈനിനെ മാത്രം ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ്, ഈ ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ, സ്ട്രൈറ്റ് ലൈൻ ആണ് ടാൻജന്റ് എന്ന് പറയുന്നത്. സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ്, സർക്കിളിന്റെ സർക്കംഫറൻസിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ടാൻജന്റ്. എന്നാല് സർക്കിളിന്റെ സർക്കംഫറൻസിൽ, ഈ സർക്കിളില് പോയിന്റ്സ് എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ സർക്കംഫറൻസിൽ മാത്രമേ ഉള്ളൂ. സർക്കിളിനകത്ത് പോയിന്റ്സ് നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്യുന്നില്ല. സർക്കിളിന്റെ സർക്കംഫറൻസുകളിലാണ് പോയിന്റ്സ് ഉള്ളത്. അതായത് ഈ സർക്കംഫറൻസിലല്ലേ നിങ്ങൾക്ക് ലൈൻ കാണാൻ പറ്റുന്നുള്ളൂ, ഈ സർക്കിൾ കാണാൻ പറ്റുന്നുള്ളൂ. ഈ ബ്ലാക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ്സുകൾ ചേർന്നിട്ടാണ് ലൈൻ. ഓക്കെ, സോ സർക്കിളിന്റെ സർക്കംഫറൻസിലാണ് പോയിന്റ്സ് ഉള്ളതെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് ഈ സർക്കിളിന്റെ സർക്കംഫറൻസിലെ പോയിന്റ് എന്ന് പറയേണ്ടി വരുന്നത്. ഓക്കെ, ഈ സർക്കിളിന്റെ സർക്കംഫറൻസിലെ ഒരു പോയിന്റ് ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ലൈനിന് ടാൻജന്റ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ രണ്ട് പോയിന്റ്സിനെ ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ നമ്മൾ സീക്കന്റ് എന്ന് പറയും. ഓക്കെ, മനസ്സിലാക്കാൻ അങ്ങനെ പറഞ്ഞാൽ മതി. സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്, ആ രണ്ട് പോയിന്റിനെ ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ പറയുന്ന പേരാണ് സീക്കന്റ്. ഓക്കെ, ഇതൊരു ഇ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സീക്കന്റ് ആണ്. അത് സി എന്നുള്ള പോയിന്റും ഡി എന്നുള്ള പോയിന്റും ആണെന്ന് വിചാരിച്ചു. ഇതൊരു സീക്കന്റ് ആണ്. ഇനി ഈ എ ബി എന്ന് പറയുന്ന കോഡിനെ നീട്ടി ഒരു ഒ എന്ന് പറയുന്ന പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഒ ബി എ എന്ന് പറയുന്ന ഒരു സീക്കന്റ്. അപ്പൊ ടാൻജന്റിന്റെ പ്രത്യേകത, ടാൻജന്റ് സർക്കിളിന്റെ സർക്കംഫറൻസിലെ ഒരൊറ്റ പോയിന്റിനെ മാത്രം ടച്ച് ചെയ്ത് പോകുന്നതാണ്. എന്നാൽ സീക്കന്റ് എന്താന്ന് വെച്ചാൽ സർക്കിളിന്റെ സർക്കംഫറൻസിലെ രണ്ട് പോയിന്റ്സിനെ ടച്ച് ചെയ്ത് പോകുന്ന ലൈനാണ് സീക്കന്റ്. ഓക്കെ, അപ്പോ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണ്. ഓക്കെ, ഇതൊരു ടാൻജന്റ് ആണെന്ന് വെച്ചു. അപ്പോ ടാൻജന്റിന്റെ പ്രത്യേകത എന്താണ്? സർക്കിളിന്റെ സർക്കംഫറൻസിലെ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്ത് പോകുന്ന ലൈനാണ് ടാൻജന്റ്. ഈ ടാൻജന്റിലോട്ട് സർക്കിളിന്റെ സെന്ററിൽ നിന്നൊരു ലൈൻ വരച്ചാൽ ടാൻജന്റിലോട്ട് സർക്കിളിന്റെ സെന്ററിൽ നിന്നൊരു ലൈൻ, സർക്കിളിൽ ടാൻജന്റ് എന്ന പോയിന്റിലോട്ട് സർക്കിളിന്റെ സെന്ററിൽ നിന്നൊരു ലൈൻ വരച്ചാൽ ആ ലൈൻ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതൊരു ബേസിക്, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. സർക്കിളിന്റെ സെന്ററിൽ നിന്ന്, അല്ലെങ്കിൽ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കംഫറൻസിലോട്ട് വരയ്ക്കുന്ന ലൈന് റേഡിയസ് അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, റേഡിയസും ടാൻജന്റും ടച്ച് ചെയ്യുന്നത് 90 പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ടാൻജന്റും റേഡിയസും ടച്ച് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഓക്കെ, അതൊരു പിന്നെ. ഇനി ഈ ടാൻജന്റില് ഒരു കോഡ് കൂടി വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ടാൻജന്റ് ഞാൻ പേരിടും. ഇത് സെന്റർ O ആയിരിക്കട്ടെ. ഇത് അതിന്റെ റേഡിയസ് ആണ്, ലെറ്റ് ഇറ്റ് ബി R. ഈ ടാൻജന്റിന്റെ പേര് എ ബി എന്നാണ്. ഈ ടാൻജന്റ് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് സി. ഓക്കെ, സർക്കിളിന്റെ സർക്കംഫറൻസ് ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് സി. അപ്പൊ ഈ സിയിൽ നിന്ന് ഞാൻ ഒരു കോഡ് വരയ്ക്കണം, സിയും ഡിയും. ഓക്കെ, സി ഡി എന്ന് പറയുന്ന ഒരു കോഡ് വരയ്ക്കുകയാണ്. അപ്പൊ ഈ സി ഡി എന്ന് പറയുന്ന കോഡ് എ ബി എന്ന് പറയുന്ന ഈ ടാൻജന്റുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ലെറ്റ് ഇറ്റ് ബി തീറ്റ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതൊരു നല്ലൊരു തിയറമാണ്, ആൾട്ടർനേറ്റീവ് സെഗ്മെന്റ് തിയറം എന്ന് പറയും. സി ഡി എന്ന് പറയുന്ന കോഡ് ഈ സർക്കിളിൽ എവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെങ്കിലും ഈ സി ഡി എന്ന് പറയുന്ന കോഡ് സർക്കിളിന്റെ സർക്കംഫറൻസിലോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയിരിക്കും. അപ്പൊ ഇതാണ് ഫസ്റ്റ് തിയറം. ഇതിന്റെ പേര് ആൾട്ടർനേറ്റീവ് സെഗ്മെന്റ് തിയറം. തിയറത്തിന്റെ പേര് പഠിക്കണമെന്നില്ല.
അപ്പൊ ഇത് പറയുന്നത് എന്താണ്, കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഒരു ടാൻജന്റ് സർക്കിളിന്റെ സർക്കംഫറൻസ് ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് സി ആണ്. ഈ സിയിൽ നിന്ന് ഒരു കോഡ് വരച്ച് എങ്ങോട്ടെങ്കിലും, ആ കോഡും ഈ ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അങ്ങനെയെങ്കിൽ ഈ കോഡ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആയിരിക്കും. നമ്മളൊരു തിയറം കൂടി നമ്മൾ പഠിക്കും. ഇപ്പൊ വേണമെങ്കിൽ നോക്കിക്കോ. ഈ സി ഡി എന്ന് പറയുന്ന ഈ കോഡ് ഈ സർക്കിളിന്റെ സർക്കംഫറൻസിൽ എവിടെ ഉണ്ടാക്കുന്ന ആംഗിളും, ഈ സർക്കിളിന്റെ സർക്കംഫറൻസിൽ എവിടെ ഉണ്ടാക്കുന്ന ആംഗിളും തീറ്റ ആയിരിക്കും. അത് സെയിം ആയിരിക്കും. അത് നമ്മളിപ്പോ ഇങ്ങനെ, അതായത് ഒരു സർക്കിള്, ഇപ്പൊ ഇതിൽ നോക്കുവാണെങ്കിൽ, സോറി, ഇതുവരെ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അതായത് ഒരു കോഡ്, ആ കോഡിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു മേജർ ആർക്കാണ് അല്ലെ, ആ മേജർ ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ആ കോഡ് അതിന്റെ മൈനർ ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. പരസ്പരം ഈക്വൽ ആയിരിക്കും എന്നല്ല, ഒന്നുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഒരു കോഡ്, ഈ കോഡിന്റെ ഇതാണ് മേജർ ആർക്ക് അല്ലെ, ഇതാണ് മൈനർ ആർക്ക്. ഈ കോഡ് ഈ മേജർ ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇതിന്റെ എല്ലാം വാല്യൂ എക്സ് ആയിരിക്കട്ടെ. അതുപോലെ തന്നെ ഈ കോഡ് ഇതിന്റെ മൈനർ ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇത് വൈ ആണെങ്കിൽ, അതായത് ഇത് ആ ആ പോർഷനിൽ എന്താണോ ചെയ്തത് അത് തന്നെ താഴോട്ടും ചെയ്യുന്നു. ഇതാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇതും വൈ ആയിരിക്കും. നമ്മൾ വരച്ചു വന്നത് ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത് ഒരു ടാൻജന്റ്, സർക്കിളിന്റെ സർക്കംഫറൻസിനെ ടച്ച് ചെയ്ത് പോകുന്ന ലൈനാണ് ടാൻജന്റ്. ഇതാണ് ഒരു ടാൻജന്റ് എന്ന് വിചാരിക്കുക. ഈ ടാൻജന്റ് ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇതാണെന്ന് വിചാരിക്കുക. ആ ടാൻജന്റും റേഡിയസും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അത് പറഞ്ഞു. ഈ ടാൻജന്റിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് സി, ഒരു കോഡ് വരയ്ക്കുന്നു സി ഡി. ആ കോഡ് ഈ സർക്കിളിന്റെ സർക്കംഫറൻസിലോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസ് ആ ആംഗിളും ഈ കോഡും ഈ ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളും സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒരു പോയിന്റ്. ഇനി വേറൊരു രീതിയിൽ പറയാം. ഇപ്പൊ ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിനകത്തൊരു ക്വാഡ്രിലാറ്ററൽ ഞാൻ വരയ്ക്കുകയാണ്. ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുമ്പോൾ അതിനകത്ത് എന്താണ് ഉണ്ടാകുന്നത്? 4 കോഡുകളാണ് ചേർന്നത് അല്ലെ. ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുന്നു. ഈ ആംഗിള് എക്സ് ആണെങ്കിൽ ഈ ആംഗിള് വൈ ആയിരിക്കട്ടെ. ഈ ആംഗിള് ഇസഡ്, ഈ ആംഗിള് കെ. ഓക്കെ, അങ്ങനെ എക്സും വൈയും ചേർന്ന 180 ഡിഗ്രി ആയിരിക്കും. അതായത് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഇസഡ് പ്ലസ് കെ 180 ഡിഗ്രി ആയിരിക്കും.
അപ്പോൾ ഇതൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി നോക്കാം. ഒരു ടാൻജന്റ്, ഒരു കോഡ്, ഈ ആംഗിള് തീറ്റയാണ്. സോ ഈ ആംഗിളും എന്തായിരിക്കും എന്നാ പറഞ്ഞത്? തീറ്റ ആയിരിക്കും, സെയിം ആയിരിക്കും അല്ലെ? അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും? ആ ആംഗിൾ 180 മൈനസ് തീറ്റ ആയിരിക്കും. 180 മൈനസ് തീറ്റ. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 വരണം. ഇനി വേറൊരു തിയറം ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സർക്കിളിന്റെ ഒരു കോഡ്, അത് സർക്കംഫറൻസ് ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഇത് എച്ച് ആണെങ്കിൽ ഇത് എച്ച് ആണ്, ഇതും എച്ച് ആണ്. ഓക്കെ. അതേ കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് അതിന്റെ ഡബിൾ ആയിരിക്കും. ഇത് 2h ആയിരിക്കും. ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. ആ പ്രോപ്പർട്ടി ഇവിടെ നോക്കുവാണെങ്കിൽ, അപ്പോൾ ഞാൻ ഈ കോഡിന്റെ നെയിം സി ഡി എന്നാണ്. ഈ സി ഡി എന്ന് പറയുന്ന കോഡും എ ബി എന്ന് പറയുന്ന ടാൻജന്റും തമ്മിൽ ടച്ച് ചെയ്ത പോയിന്റ് സി ആണ്. ബി സി ഡി എന്ന് പറയുന്നത് തീറ്റ ആണെങ്കിൽ സി ഒ എ, ഒ എന്ന് പറയുന്നത് സെന്റർ, ഓക്കെ, എന്ന് പറയുന്നത് 2 തീറ്റ ആയിരിക്കും. ഓക്കെ. അപ്പോ ഒന്നുകൂടെ പറയാം. എ ബി എന്ന് പറയുന്ന ടാൻജന്റ്, ആ ടാൻജന്റും റേഡിയസും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അത് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്. രണ്ടാമത് പറഞ്ഞത് അൾട്ടർനേറ്റീവ് സെഗ്മെന്റ് തിയറമാണ്. എ ബി എന്ന് പറയുന്ന ടാൻജന്റ്, സി ഡി എന്ന് പറയുന്ന കോഡ്. ഇതിൽ സി എന്ന് പറയുന്ന പോയിന്റ് ആണ് ഈ സർക്കിളിലെ ഈ ടാൻജന്റ് ടച്ച് ആയ പോയിന്റ്. ആ പോയിന്റിൽ നിന്നൊരു കോഡ് വരച്ചു സി ഡി. ആ സി ഡി എന്ന് പറയുന്ന കോഡ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ, ഓപ്പോസിറ്റ് സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിളും ഈ കോഡും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ കോഡും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും ഈ കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യമാണ് പറഞ്ഞത്. ഈ 180 മൈനസ് തീറ്റ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. കാരണം അത് ഒരുപാട് സ്ഥലങ്ങളിലും ആവശ്യം വരും. ഓക്കെ. അതെന്താണ്? അത് ഒരു സർക്കിളിനകത്ത് ഒരു ക്വാഡ്രിലാറ്ററൽ. ഓക്കെ. അങ്ങനെയെങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. നമ്മൾ ആംഗിൾസിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഒരു ലെങ്തുമായി ബന്ധപ്പെട്ട പോയിന്റ് പറയാം. നമുക്കറിയാം, ഈ ഒരു പോയിന്റ് പി എന്ന് വിചാരിക്കട്ടെ. പി. ഈ പിയും ഈ സർക്കിളിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ച അതിന്റെ പേര് എന്താണ്? സീക്കൻഡ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. പി എ ബി ഒരു എന്താണ്? സീക്കൻഡ് ആണ്. ഈ പി ഈ സർക്കിളിന്റെ ടാൻജന്റ് ആയിട്ട് പിയിൽ നിന്ന് ഒരു ടാൻജന്റ് കൂടി വരയ്ക്കണം. ഒരു പോയിന്റ് ടച്ച് ചെയ്ത് പോയി. അത് നമുക്ക് പി ടി എന്ന് വിളിക്കാം. പി ടി. ഓക്കെ. ഇതൊരു നല്ലൊരു തിയറമാണ്. ഞാൻ ഇതിന് ആദ്യം ഇത് പറയാം. അപ്പൊ ഇതെങ്ങനെ വരും എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ലെങ്ത് ഒരു ഇക്വേഷൻ ഇത് വെച്ച് ഫോം ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് പി ടി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി. പി എ ഇൻറ്റു പി ബി. പി ബി. ഓക്കെ. ഒരു സെക്കൻഡ് കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ പേരാണ് പി സി ഡി. പി സി ഡി. വിച്ച് ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അപ്പോൾ ഇതൊരു നല്ലൊരു ഇക്വേഷൻ ആണ്.
പി സി ഇൻറ്റു പി ഡി. ടയർ 1നും ടയർ 2വിലൊക്കെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെങ്ങനെയാണ്? പി എ ബി ഒരു സീക്കൻഡ് ആണ്, പി സി ഡി ഒരു സീക്കൻഡ് ആണ്, പി ടി എന്ന് പറയുന്ന ഒരു ടാൻജന്റ് ആണ്. അപ്പോ ഇവിടെ ഒരു ഫോർമുല പറയുവാണ്, പി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ, ചിലപ്പോൾ നമുക്ക് പി എയും പി ബിയും പി സിയും പി സിയും പി ഡിയും ആയിരിക്കും തരുന്നത്. പി ഡി ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്, പി എ പി ബി പി സി തരും, അല്ലെങ്കിൽ ഡി സി ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ടാൻജന്റും ഒരു സീക്കൻഡും ആയിട്ടും ചോദിക്കാം. ഇനി ഞാൻ പിന്നെ നിന്ന് ഒരു ലൈൻ കൂടി വരയ്ക്കാണ്. അത് ഇതിന്റെ സെന്ററിൽ കൂടെ കടന്നു പോകുന്ന ലൈനാണെന്ന് വിചാരിച്ചു. അതിന്റെ പേരാണ് പി എക്സ് വൈ. ഓക്കെ, പി എക്സ് വൈ. ഈ സർക്കിളിന്റെ സെന്റർ ആണ് ഞാൻ ഓ അത് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, റേഡിയസ് 6 കൂടി മാർക്ക് ചെയ്യുന്നു. ഇത് 6, ഇത് 6. ഞാൻ എഴുതുവാണ്, പി ടി സ്ക്വയർ ഈക്വൽ ടു പി എച്ച് ഇൻറ്റു പി എച്ച് ഇൻറ്റു പി വൈ. പി എച്ച് ഇൻറ്റു പി വൈ. ഓക്കെ, പി എച്ച് എന്ന് വെച്ചാൽ എന്താണ്? പി എച്ച് എന്ന് പറയുന്നത് പി ഒയിൽ നിന്ന് റേഡിയസ് കുറയ്ക്കുന്നതല്ലേ. പി എച്ച് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അല്ലെ. സോ പി എച്ച് എന്ന് പറയുന്നത് പി ഒയിൽ നിന്ന് ഈ റേഡിയസ് അങ്ങ് കുറയ്ക്കുന്നതാണ്. പി ഒ മൈനസ് ആറ് മൈനസ് ആറ്. പി വൈ എന്ന് വെച്ചാൽ എന്താണ്? അത് പി ഒന്റെ കൂടെ ഒരു 6 കൂട്ടുന്നതാണ്. അതായത് പി ഒ പ്ലസ് 6. നോക്കി നിങ്ങൾക്ക് അത് മനസ്സിലാവും. പി ഒ പ്ലസ് റേഡിയസ്. ഓക്കെ, നോക്കാം. പി ഒ അതായത് ടാൻജന്റ് ഒരു പോയിന്റ് ഔട്ട്സൈഡ്, പി ഇസ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ. പി ഒ ഈസ് ദ ലെങ്ത് ബിറ്റ്വീൻ ദ പോയിന്റ് ഔട്ട്സൈഡ് സർക്കിൾ ആൻഡ് സെന്റർ. ഓക്കെ, അപ്പൊ പി ഒ എന്ന് പറയുന്ന വാല്യൂ നമുക്കുണ്ടെങ്കിൽ, അതും റേഡിയസ് നമുക്കുണ്ടെങ്കിൽ, നമുക്ക് പി ടി അല്ലെങ്കിൽ ആ രീതിയിൽ കണക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻ ഫോർമുല ഡെവലപ്പ് ചെയ്തിട്ട് ആ രീതിയിൽ എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഇപ്പോ പി ടി സ്ക്വയർ ഈസിക്കൽ ടു പി എ ഇൻറ്റു പി വി ഈസിക്കൽ ടു പി സി ഇൻറ്റു പി ഡി, അതുപോലെ തന്നെ പി എച്ച് ഇൻറ്റു പി വൈ. ഇനി പി എച്ച് എന്ന് പറയുന്നത് പി ഒയിൽ നിന്നും റേഡിയസ് കുറയ്ക്കുന്നതാണ്. പി വൈ എന്ന് പറയുന്നത് പി ഒന്റെ കൂടെ റേഡിയസ് ആഡ് ചെയ്യുന്നതാണ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന രീതിയിലാണ് കിടക്കുന്നത്. അതായത് പി ഒ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇത് ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുവാണ്. പി ടി സ്ക്വയർ പി ടി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ഒ സ്ക്വയർ. ഓക്കെ, ശ്രദ്ധിച്ചേട്ടോ. ഇനി എന്തൊക്കെയാണ് ഇത് നോക്കിക്കോ. പി ടി എന്ന് പറയുന്നത് എന്താണ്? ടാൻജന്റ് ആണ്. പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സർക്കംഫറൻസിലോട്ട് വരയ്ക്കുന്ന ഒരു സർക്കംഫറൻസിലെ ഒരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈനാണ് പി ടി. എന്നാൽ പി എന്നുള്ള ഒരു പോയിന്റിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലോട്ട് വരയ്ക്കുന്ന ലൈനാണ് പി ഒ. അപ്പം ആ രണ്ട് പോയിന്റ്സിലോട്ടാണ് വരയ്ക്കുന്നത്. പി എന്ന് പറയുന്നത് സർക്കിളിന്റെ ഔട്ട്സൈഡിലുള്ള ഒരു പോയിന്റ്, അവിടെ നിന്നും ഒരു ലൈന് സെന്ററിലോട്ടും ഒരു ലൈന് സർക്കംഫറൻസിലോട്ടും വരച്ചു. ശ്രദ്ധിച്ചേട്ടോ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുകയാണ്, പി ടി സ്ക്വയർ പ്ലസ് റേഡിയസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ഒ സ്ക്വയർ. അപ്പൊ നമുക്കറിയാം, എന്തറിയാം നമുക്ക്? ട്രിപ്ലറ്റ്സ് നമുക്കറിയാം അല്ലെ. 3, 4, 5 4, 5 ഇങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഹോൾ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഈ 5, 12, 13, 5, 12,
13. അപ്പോ 7, 24, 25 ഇങ്ങനത്തെ ട്രിപ്പിളറ്റ്സ് നിങ്ങൾക്ക് അറിയാലോ. 24, 25 അല്ലെങ്കിൽ നമ്മൾ അടുത്ത് പറഞ്ഞു വരുമ്പോൾ അത് നമ്മൾ എത്തും ട്രിപ്ലറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പൊ നമുക്ക് ഇതില് പി ടിയുടെ വാല്യൂവും റേഡിയസും ചിലപ്പോൾ നമുക്ക് പി ടി എന്ന് പറയുന്നത് 7ഉം പി ടി എന്ന് പറയുന്നത് 24ഉം റേഡിയസ് 7ഉം ആണെങ്കിൽ പി ഒന്റെ വാല്യൂ നമുക്ക് 25 എന്ന് കിട്ടും അല്ലെ. ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും 5, 12, 13. സോ അതുകൊണ്ട് അത് പറഞ്ഞതാണ്. അപ്പൊ ഇത് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. പി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ഈസ് ഈക്വൽ ടു പി ഒ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. നമുക്ക് വേറെ രീതി പറയും പി ടി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ഒ സ്ക്വയർ. നമുക്ക് ഇത് ഈ ലാസ്റ്റ് പറഞ്ഞത് സി ജി എൽ ടയർ ടുവിനൊക്കെ ചോദിക്കും. പക്ഷേ സി ജി എൽ ടയർ ടുവിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നേരത്ത് ക്യാൻസൽ ആയി പോകാറാണുള്ളത്. കാരണം ചില സമയങ്ങളിൽ നമുക്ക് റേഡിയസിനെ കാട്ടിയും വലിയ വാല്യൂ ഈ കോഡിന് കിട്ടും. അതായത് ഇപ്പൊ എക്സ് വൈ എന്ന് പറയുന്ന സോറി ഇത് ഡി സി എന്ന് പറയുന്നത് ഒരു കോഡാണ്. എക്സ് വൈ എന്ന് പറയുന്നത് ഒരു ഡയമീറ്റർ ആണ്. അപ്പൊ ഈ ഡയമീറ്ററിനെ കാട്ടിയും വലിയ വാല്യൂ കോഡിന് വരും ചില സമയത്ത്. അത് കാരണം നമ്മളിത് വാല്യൂസ് റിയലി നമ്മൾ വരയ്ക്കുന്നതല്ലല്ലോ സ്കെയിൽ ചെയ്ത്. കാരണം അപ്പോൾ അങ്ങനെ വരച്ച് ക്വസ്റ്റ്യൻ ഇടാത്തത് കാരണം ചില സമയങ്ങളിൽ ഈ ഡി സിയുടെ വാല്യൂവിനെ കാട്ടിയും ചെറുതായിരിക്കും ഈ ഡയമീറ്റർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ലോജിക്കലി അതിങ്ങനെ ഒരു സാധനം പോസിബിൾ അല്ല. ഇതെല്ലാം സ്ക്വയർ വരുന്ന കാരണം തന്നെ ഇതിന് രണ്ട് ആൻസേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. കോംപ്ലിക്കേറ്റ് ആക്കുന്നതല്ല, ഞാൻ അങ്ങനെ ഇതൊരു കാര്യം പറഞ്ഞാണ്. ഇത് എല്ലാം പറഞ്ഞേക്ക്. അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ടയർ ടുവിന് ചോദിക്കാറുണ്ട്. ഈ റേഡിയസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് ചില സമയങ്ങളിൽ ക്യാൻസൽ ആയി പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ ക്യാൻസൽ ആയി പോകാത്ത രീതിയിലും ചോദിക്കാം. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഇത് ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ.